ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് ട്രാവൽ വ്ളോഗ് പാർട്ട് 2 ആട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെൻ്ററി ആണ്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇഡ്ഡലി, പൂരി, പഴം പുഴുങ്ങിയത്, ഏത്തക്ക പുഴുങ്ങിയത്, എല്ലാവിധ സാധനങ്ങളും ഉണ്ട്. നമുക്ക് ആവശ്യത്തിന് കഴിക്കുള്ളൂ. പാത്തുമ്മല്ലതൊക്കെ അവിടെ എനിക്ക് അത് വേണം, ഇത് വേണം, മറ്റേത് വേണം, മറിച്ചത് വേണം പറഞ്ഞ എല്ലാം കൊടുത്തു. ജ്യൂസ് ഒന്ന് വാട്ടർമെലൺ ജ്യൂസും ഒന്ന് വാനില ഷേക്കും എന്നും എല്ലാം കുറച്ച് ഓക്ക് എടുത്തു കൊടുത്തു. വളരെ കുറച്ചേ ഞാൻ ഓക്ക് എടുത്തു കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതൊക്കെ കഴിച്ചു. പിന്നെ ഓംലെറ്റ് നമുക്ക് പറയുമ്പോൾ അപ്പോൾ ലൈവായിട്ട് ചെയ്ത് തരിക ചെയ്യാം. അപ്പോൾ മൂപ്പര് ഒരു ഓംലെറ്റ് പറഞ്ഞു. പിന്നെ ഓൽക്കൊക്കെ ഫുഡ് എടുത്തു കൊടുത്തു. അവരെ അവിടെ കൊണ്ടുപോയി ഇരുത്തിയിട്ട് പിന്നെ ഞാനൊരു റൗണ്ട് അടിച്ചേക്കാണ് എനിക്കില്ല ഫുഡിന്. അതൊക്കെ എടുത്ത് പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അയ്യോ, വയറങ്ങോട്ട് നിറഞ്ഞിട്ട്. കാരണം ഞാൻ കുറച്ച് ഫുഡ് എടുത്തിട്ടുള്ളൂ. എനിക്കറിയാം ഓല് ചോദിക്കണ ഊക്കെ അവർക്ക് ഉണ്ടാവുള്ളൂ എന്ന്. കാരണം അവർ കഴിക്കില്ല, മക്കൾ അങ്ങനെ തന്നെയാണല്ലോ. അവൾ കുറേ ഫ്രൂട്ട്സാണ് കഴിച്ചത്. പിന്നെ അതൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ ഒരു കുറച്ച് നേരം പാർക്കിൽ കളിക്കണം പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് നേരം പാർക്കിലൊക്കെ കളിച്ച് നിൽക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഷോർട്സിലെ വീഡിയോസൊക്കെ എടുത്ത് കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ ഓനങ്ങനെ കിടന്നു നല്ല സൈലൻ്റായി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓനും കൊണ്ട് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ കുറച്ച് ഷോർട്സൊക്കെ എടുത്തു. ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ റൂമിലേക്ക് പോകാൻ ഒരുങ്ങിയപ്പോഴാണ് അവിടെ പോണ വഴിക്ക് ഭയങ്കര പക്ഷികൾ എന്തൊക്കെയോ. ഇത് അത്യാവശ്യം നടന്ന് നല്ലോണം കാണാനുള്ള റിസോർട്ടാണ് കേട്ടോ. കുറേ കാണാണ്ട്. കുറച്ചൊക്കെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ടു. പിന്നെ ഇങ്ങോട്ട് തന്നെ പോന്നു. വരും കൊണ്ടല്ലേ മണ്ടിപ്പായ വീഴുക. അവനാണ് ഹാമിമോനാണ് വീഴാനായിട്ട് നടക്കുന്ന ആളാണ്. പിന്നെ പക്ഷിനെയൊക്കെ കണ്ടു ഇങ്ങനെ നടന്ന് പോരുന്ന വഴിക്ക്. ലവ് ബേർഡ്സ് ആണ് തോന്നുന്നു, എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് അറിയെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യും. എനിക്കങ്ങനെ പക്ഷികളെ കുറിച്ചൊന്നും എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല. പിന്നെ ഓളെ വിളിച്ച് ഇതിലെ വാറുമ്പോൾ ഓൾ അതിലെ പോവും, അതിലെ വാറുമ്പോൾ ഇതിലെ വരും. ആ സൈസാണ് ഓള്. എല്ലാ കുട്ടികളും അങ്ങനെ തന്നെ ആവില്ലല്ലേ. ഇതിലെ വിളിച്ചാൽ അതിലെ പോവും, അതിലെ വിളിച്ചാൽ അതിലെ പോവും. അങ്ങനെ അല്ലേ എല്ലാ മക്കളും അങ്ങനെ തന്നെ അല്ലേ. അപ്പോൾ പൂള് കാണണം പറഞ്ഞു പൂള് കാണിച്ച് അങ്ങോട്ട് പോയി. ഓൽക്ക് ചാടണം എന്നൊക്കെ ഉണ്ട്. അപ്പോഴൊന്നും വേണ്ട പറഞ്ഞിരുന്നു. പിന്നെ പൂളിലൊക്കെ മക്കൾ ഇറങ്ങിയിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ പൊതുവേ ചാടാറില്ല. പിന്നെ ഓലിങ്ങനെ വാശി പിടിക്കുമ്പോൾ ഇറങ്ങുന്നല്ലാതെ ഇതുവരെ അങ്ങനെ ഞങ്ങൾ പൂളിലൊന്നും ഇറങ്ങിയിട്ടില്ല. ഞാനും എപ്പോഴൊന്നും ഇതുവരെ ഇറങ്ങിയിട്ടില്ല. പിന്നെ അവിടെ മീൻ പിടിച്ചിട്ട് അവിടുന്ന് തന്നെ ഓല് ഇതിനായിട്ടൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, അവിടുന്ന് കുക്ക് ചെയ്തിരുന്ന പറഞ്ഞാൽ അതൊക്കെ കണ്ടു. പിന്നെ ഞാൻ റൂമിൽ പോയി കുട്ടീനെ ഇറക്കി വന്നപ്പോൾ ഇപ്പോൾ കൊണ്ടുപോയി പൂളിലൊക്കെ ഇറക്കി കുറച്ച് നേരം അവിടെ കഴിച്ചു. ഓല് രണ്ടാളും കുറച്ച് നേരം കഴിച്ചിട്ടുള്ളൂ. കാരണം പോകാനുള്ള സമയമായിരിക്കും. കുറച്ച് നേരമൊക്കെ കഴിച്ചുകൊണ്ട് പിന്നെ ഇതൊക്കെ ആ സമയം കൊണ്ട് ഞാൻ റൂം ടൂർ ചെയ്യായിരുന്നു. അപ്പോൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരു ഹാളാണ്. നമുക്ക് ഇതാക്കണു പൂളിക്ക് എൻട്രി ഇതിലാണ്. പക്ഷെ കുട്ടികൾക്ക് ഇതിൽ ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവിടെ കുട്ടികളെ പ്ലേസിൽ കൊണ്ടുപോയി ഇറക്കിയതാണ്. ഇതിലിറങ്ങണമെങ്കിൽ ഇറങ്ങാൻ എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്, അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. പിന്നെ പൂളിൽ ഇറങ്ങാനുള്ള ടവലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ബാത്റൂം, വിശാലമായ ബാത്റൂമാണ്. പിന്നെ ഇനി മുകളിലാണ് റൂം. നമുക്ക് സ്റ്റെയർ കേസ് കയറാം. റൂമിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയ റൂം തന്നെയാണ്. അത് ഞങ്ങൾ കയറിയതിന് ശേഷമായതാണ് ഇങ്ങനെ. അപ്പോൾ മോനൂസ് ഉറങ്ങിയിരിക്കണു. പിന്നെ ഇവിടുന്ന് ഒരു മിററുണ്ട്. ഇവിടുന്ന് വ്യൂ ഇതാണ് കേട്ടോ. അതാക്കണം ഉപ്പി മക്കളും കുളിക്കണതൊക്കെ ലൈവായി കാണാം. പിന്നെ റൂം ടൂറ് ഇത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഫ്രഷായി അവിടുന്ന് ഇറങ്ങി. പിന്നെ ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി റിസപ്ഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ചെക്കൗട്ടൊക്കെ ചെയ്തു. നിഹാര റിസോർട്ടിൽ നിന്ന് എഴുതി കൊടുക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. അല്ല അപ്പം തന്നെ പ്രിൻ്റ് ചെയ്ത് നമ്മളെ കയ്യിൽ തന്നിട്ടോ. പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് ഞങ്ങൾ അതിന് മക്കളൊക്കെ ഓട്ടോയിലൊക്കെ കയറി ഇരിക്കണുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ നമ്മൾ ഇവിടെ ഉണ്ടല്ലോ എന്തോ ഒരു ഐലാൻഡ് എന്തോ, അതൊക്കെ ഒന്ന് കാണാൻ പോയി. ജസ്റ്റ് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ നേരെ ഡയറക്റ്റ് പോയി. ആ മുന്നിൽ കണക്കാക്കാൻ നല്ലൊരു മനുഷ്യനാണ് കേട്ടോ. നമുക്ക് വഴി അറിയാത്തതുകൊണ്ട് എൻ്റെ കൂടെ പോന്നോളി, ഞാൻ കാണിച്ചു തരാം വഴി എന്നൊക്കെ പറഞ്ഞ ഇവിടെ നല്ല ആൾക്കാരാണ്. നമുക്ക് ഐലാൻഡൊക്കെ കാണിച്ചു തന്നു. പിന്നെ ജസ്റ്റ് നമ്മൾ ആയിക്കൂടെ ഒന്ന് ഡ്രൈവ് ചെയ്തു. കാരണം ഒരു 11:30 ഏകദേശം സമയമായിട്ടുള്ളത്. അപ്പം അവിടെ ഒന്നും അധികം ആരും ഇല്ല. അതിങ്ങനെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ മാത്രമല്ല, അതന്നെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ശനി ഞായറും മാത്രങ്ങൾ അവിടെ ചോദിച്ചു. അവിടെ ആൾക്കാർ
വരലുണ്ടോ, എന്താ ഇവിടെ കടകളൊന്നും ഓപ്പൺ ചെയ്യാത്തെന്നൊക്കെ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇപ്പോൾ ഇവിടെ ശനി ഞായറേ തുറക്കലുള്ളൂ, അല്ലാത്ത ദിവസമൊന്നും ഇവിടെ ടൂറിസ്റ്റുകൾ ഇല്ലായിരുന്നു. ഒരു കട പോലും, ഒരു ഐസ്ക്രീം കട അങ്ങനെ എന്തൊക്കെയോ ചെറുതായിട്ടുള്ളൂ. മറ്റേ ഒന്നും ഓപ്പൺ ആവാത്ത കണ്ടപ്പോൾ ഞങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ഐലാൻഡ്. വെച്ചാൽ ഐലാൻഡ് അടിപൊളിയാണ്, മഴക്കാലത്ത് വരണം, അപ്പോഴാണ് അതിൻ്റെ വ്യൂ. ഇപ്പോൾ കുറേ വെള്ളമൊക്കെ വറ്റി ആകെ ഇതായിരിക്കും, രണ്ടും ചേർക്കും സൈഡിലടിഞ്ഞ് അങ്ങനെ എത്തിയേക്കണ്ട. പിന്നെ നമ്മൾ ദാഹിച്ചപ്പോൾ സർവത്ത് കുടിച്ചാൽ കയറിയതാണ്. അപ്പോൾ അവിടെ ഞാൻ പൊട്ടുവെള്ളരി കണ്ടു, അപ്പോൾ ഞാൻ അതും വാങ്ങിച്ചു. കാരണം ഞാൻ ഷോർട്സിൽ ഒരുപാട് കണ്ടു, എനിക്ക് ഭയങ്കര കൊതിയുണ്ടായിന് ആ സാധനം വാങ്ങാൻ. അപ്പോൾ അത് എനിക്ക് കിട്ടി. പിന്നെ നമ്മൾ വണ്ടി പോണ സമയത്ത് പാട്ടിട്ടപ്പോൾ മോനൂസ് ചാടുന്നതാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇതായി തോന്നി. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കും കാണിച്ചു തരാം വിചാരിച്ച് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താട്ടോ. പിന്നെ വാട്ടർഫോൾസിക്കൊക്കെ പോയിരുന്നു, പക്ഷെ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. കാണാൻ കൂളിംഗ് ഗ്ലാസ് വെച്ച് ചാടിപ്പൊളിയായി ചാടി കഴിച്ചു. അതിൻ്റെ വീഡിയോ ഞാൻ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ. പിന്നെ നമ്മളങ്ങനെ തിരിച്ചു പോന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ അധികം ഒന്നും കാണാൻ നിന്നിട്ടില്ല.